നമസ്കാരം സുലൈമാൻ ചേട്ടാ. ഓക്കെ ചേട്ടാ, ഞാന് ക്രൈം ഓൺലൈനിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോ നമ്മള് ഈ പറയുന്ന ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം ഇപ്പോൾ ഒരു നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷം, അല്ലെ 6 വർഷമല്ലേ ആയിരിക്കുന്നത്, 2010. അതെ, ഈ 6 വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് പിന്നീട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വന്നിരിക്കണം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ടിവിയിലൊക്കെ വന്നു, നമ്മള് മനോരമ ചാനലിലൊക്കെ വന്നു, നാം അത് കേട്ടു. അതിന് ദൃക്സാക്ഷിയായ ഒരു വ്യക്തിയാണ് ഈ അപകടം നടന്ന ഇപ്പൊ കലാഭവൻ സോബിയെ പോലെ താങ്കളും ഇതിന്റെ ഒരു ദൃക്സാക്ഷിയാണ്. ചേട്ടാ, ദൃക്സാക്ഷിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ഊഹാഭോഹങ്ങൾ ഒക്കെ കാണും. ചേട്ടന് കുറെ സത്യങ്ങൾ പറയാനുണ്ടാകും. ഒന്ന് പറയാം, എന്താണ് ശരിക്കും സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചെന്ന് പറഞ്ഞാല് ഞാന് എന്റെ വീട്ടിലായിരുന്നു. അപ്പൊ ഒരു 100-150 റോഡിന് 100-150 അടിക്കാണ് എന്റെ വീട്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് റോഡിൽ ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. രാത്രിയായപ്പോ ഒരു ഭയങ്കര സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട് കുറെ സമയം എത്രയായിരിക്കും? ഒരു 3:30-ക്കും 4-നും ഇടയ്ക്കാണ്. 3:30-ക്കും 4-നും ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ എന്റെ സുഹൃത്തുക്കളെല്ലാം അവിടെ അരുവ തന്നെ ഉണ്ടായിരുന്നു. റോഡ് സൈഡായിരുന്നു വീട്. അപ്പൊ അവരെല്ലാം പെട്ടെന്ന് ചേട്ടൻ അവിടെ ഓടിയെത്തി. അത് എന്റെ കൂട്ടുകാരൻ വിളിച്ചായിരുന്നു. അപ്പൊ ഈ ബാലഭാസ്കരനെയും ഭാര്യയും കുട്ടി ആദ്യം അവര് രക്ഷിച്ച് കയറ്റി വിട്ടു, പോലീസുമായിട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ ചെല്ലുന്ന സമയത്ത് ബാലഭാസ്കരനെ എടുത്ത് റോഡിൽ കിടത്തിയിരിക്കുകയാണ്, ഭാര്യ ആംബുലൻസിലും കിടത്തിയിരിക്കുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പഴയ റോഡിലോട്ട് വണ്ടിയും വെച്ചിട്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ബാലഭാസ്കരനാണ് റോഡിൽ. അപ്പൊ പുള്ളി ചെരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് മുഖത്തൊന്ന് നോക്കിയിട്ട് വീണ്ടും അങ്ങോട്ട് ആംബുലൻസിന്റെ അടുത്തോട്ട്. അപ്പൊ ഞാൻ ഇതാ ചോദിച്ചു, ഇതൊരു സ്ത്രീയാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു സംശയം, ഈ പുള്ളിയുടെ മുഖം എവിടെ കണ്ടതുപോലെ തോന്നി. അങ്ങനെ വീണ്ടും വന്ന് നോക്കുമ്പോ ബാലഭാസ്കരനാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, എന്റെ കുഞ്ഞെന്ത് ചെയ്യുന്നു? അപ്പൊ ബാലഭാസ്കർ സംസാരിക്കുകയാണ്, പുള്ളിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഞാനെന്ത് ചെയ്ത് ഉടനെ തന്നെ അവിടെ നിന്ന് എന്റെ കൂട്ടുകാരനോട് ചോദിച്ചു, ഇതിൽ കുഞ്ഞുണ്ടായിരുന്നോന്ന് ചോദിച്ചു. അത് കുഞ്ഞിനെ പോലീസുകാർ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഈ വണ്ടി ഒരാളുകൂടെ ഉണ്ട്, അത് ഡ്രൈവറാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ബാലഭാസ്കറാണ്, ഇത് നമ്മൾ ഏഷ്യാനെറ്റിലൊക്കെ പരിപാടി ചെയ്ത ആളാണ്, ഇത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങള് പെട്ടെന്ന് ഡ്രൈവറെ എടുക്കാൻ നോക്കാൻ ഒരു അരമണിക്കൂറോളം ഞങ്ങൾ കഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ പുകയും ബഹളവും. പുള്ളി കാലൊടിഞ്ഞ് സീറ്റിന്റെ അടിയിലോട്ട് പോയി, സ്റ്റീറിംഗ് പുള്ളിയുടെ നെഞ്ചില്. പുള്ളി ഒരു വെർമോടെ ഒരു ടീഷർട്ട് വന്നു. അരമണിക്കൂറോളം ഞങ്ങൾ കഷ്ടപ്പെട്ട് എടുത്ത് പുള്ളിയെ കയറ്റി വിടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ബാക്ക് ബാലഭാസ്കറിന്റെ വണ്ടിയിൽ വന്ന് നോക്കുമ്പോൾ ബാക്ക് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. നല്ല അടിച്ചു പൊട്ടിച്ചതുപോലെ ഉണ്ട്. നോക്കുമ്പോ ഒരു 6-7 പെട്ടികളുണ്ട്. അപ്പൊ അത് അപ്പോഴും തന്നെ ഞാൻ പോലീസുകാരെ പറഞ്ഞു, സാറേ ഇതിനകത്ത് പെട്ടികളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പോലീസുകാർ വന്ന് ബാക്കിൽ കൂടെ ഞാനും കൂടെ നുള്ളിപ്പറക്കി വെച്ച് കൊടുത്തു വിടുകയും ചെയ്തു. അപ്പോഴും തന്നെ അപ്പോഴേ വേറെ കണ്ടാലറിയുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, അങ്ങോട്ട് മാറിയിരിക്കുന്നു, ഇങ്ങോട്ട് ഫോൺ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അതല്ല അപ്പോഴുള്ള സമയം. പുള്ളി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കിയത്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ കാറിന്റെ പുറകിലത്തെ ജനൽ അടിച്ചു പൊട്ടിച്ചതുപോലെയാണ് കാണപ്പെട്ടത് അല്ലേ? കാണപ്പെട്ടത്. അപ്പൊ അതില് 6 പെട്ടികളുണ്ടായിരുന്നു. ഫ്രണ്ട് ഇടിച്ച് തകരുകയാണ് ചെയ്തത്. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഇടിച്ച് കീറിയ. പക്ഷെ അത് നമുക്ക് സത്യം പറഞ്ഞാൽ അപ്പോഴും നമുക്ക് പിറ്റെന്ന് ഞാൻ പറഞ്ഞു, ഇതൊരു സ്വാഭാവികമാണ്, ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോയി ഇടിച്ചതൊന്നും അല്ല, ഇത് വേറെന്തോ ഉദ്ദേശമാണെന്ന് ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു. എല്ലാവരും അപ്പൊ ഞങ്ങളെല്ലാരും ഇങ്ങനെ ചർച്ചകൾ ചെയ്തു. ഇത് ഇങ്ങനെ ഡ്രൈവർ ഉറങ്ങണമെങ്കിൽ അങ്ങ് പുറത്തോട്ട് തന്നെ വരണം. പുള്ളി അവിടെയെങ്കിലും വണ്ടി മറിയുള്ളൂ. അവിടെ 2 സൈഡ് നല്ല കുഴിയാണ്. പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്ത് വളവുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മരത്തിൽ ഇടിച്ച സമയത്ത് ആ മരത്തിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ചെറിയ ചായക്കടയിൽ എന്റെ ഒരു സുഹൃത്ത് തന്നെ, പുള്ളി അവിടെ കിടക്കുന്ന ഈ കട ഇടിച്ച് പറിച്ചുകൊണ്ട് കയറണം, അതും കയറിയിട്ടില്ല. അപ്പുറം ഇപ്പുറം 2 വീടുണ്ടായിരുന്നു, അതൊന്നും ഇടിച്ചിട്ടില്ല. കറക്റ്റ് ഈ മരത്തിൽ തന്നെ ഇടിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഇതിന്റെ ഓരോ നൂലാമാലകൾ ഇങ്ങനെ വന്നോണ്ട്
അപ്പൊ പിന്നെ പിറ്റേന്ന് എന്നെ മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നിട്ട് ഇതേപോലെയാണ് കാര്യം പറഞ്ഞത്. ബാലഭാസ്കറിനെ എടുത്ത് കിടത്തിയിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോ ഭാര്യയെ വണ്ടി ആംബുലൻസിൽ കിടത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഡ്രൈവറെയാണ് നമ്മൾ എടുക്കുന്ന അത്രയും ബുദ്ധിമുട്ട്, അരമണിക്കൂറോളം ബുദ്ധിമുട്ടി എന്നെല്ലാം നമ്മൾ പറഞ്ഞു. ഞാൻ എല്ലാ റിപ്പോർട്ടും അത് തന്നെ കൊടുത്തു. അതുപോലെ തന്നെ മംഗലാപുരം ആറ്റിങ്ങ SP വന്നു എന്നെ വന്നു ചോദിച്ചു. പിന്നെ CBI വന്നു. അവരെല്ലാവർക്കും ഇതേ റിപ്പോർട്ട് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഈ പറയുമ്പോ വേറുള്ള ഈ ബസ് ഡ്രൈവറൊക്കെ പറയുന്ന അതൊക്കെ വെറുതെയാണ്. അതിനുശേഷം തന്നെ ഇപ്പൊ വന്നപ്പോഴാണ് ഞാൻ വീണ്ടും യൂട്യൂബിൽ ഇങ്ങനെ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, സുലൈമാൻ നിന്റെ ഇതൊക്കെ ഇത് നടക്കുന്നത്, ഇത് ചർച്ചകളൊക്കെ വേറെയാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് കണ്ടത്. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാനും കാരണം ഇത് സത്യസന്ധമല്ല, ഇത് പ്ലാൻഡ് ആയിട്ടുള്ള കൊലപാതകമാണ്. പ്ലാൻഡ് ആയിട്ട് കൊലപാതകം നടത്തിയതാണ്. ഒരു ചെറിയ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, സുലൈമാൻ ചേട്ടൻ ഈ കാണാൻ ചെല്ലുമ്പോ ഈ ബാലഭാസ്കറിനെ നിലത്ത് റോഡിൽ കിടത്തിയിരിക്കുവാണ് അല്ലെ ചേട്ടൻ? റോഡിന്റെ സൈഡിൽ കിടത്തിയിരിക്കുന്നു, ചെരിഞ്ഞ് കിടക്കാണ്. വലിയ അപകടങ്ങളൊന്നും ഇല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ദേഹത്ത് വലിയ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല? ഒരു പരിക്കുമില്ല, പുള്ളിക്ക് ഒരു പരിക്കുമില്ല. ആണല്ലേ? അതെ, പുള്ളിക്ക് ഒരു പരിക്കുമില്ലായിട്ട്. പുള്ളി നല്ലോണം എന്നോട് ചോദിച്ചത് എന്റെ മകൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നതും അവിടെ നിന്ന് അപ്പൊ പോലീസുകാർ കുട്ടിയെ കൊണ്ടുപോയെന്നും പറഞ്ഞു. ബാലഭാസ്കറിന്റെ ഭാര്യ എടുത്ത് ആംബുലൻസിൽ കിടത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞാണ് ഡ്രൈവറെ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതും. ഡ്രൈവറെ അരമണിക്കൂറോളം ഞങ്ങൾ കമ്പിപ്പാരൊക്കെ കൊണ്ടുവന്ന് സീറ്റൊക്കെ പൊക്കിയാണ് ഞങ്ങൾ എടുത്തത്. ബാലഭാസ്കർ അപ്പോഴും സംസാരിക്കുന്നു. ചേട്ടാ, അപ്പോഴും ചേട്ടൻ ഈ ചെന്ന് കാണുന്ന സമയം എന്ന് പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അവിടെ നടന്നു. അത് ഈ കലാഭവൻ സോബി നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു. കാര്യം അവിടെ ഈ വണ്ടിയുടെ പുറകിൽ അടിച്ച് പൊട്ടിച്ച പറഞ്ഞ രംഗമൊക്കെ ഇല്ലേ, അത് വേറെ ഒരു സംഘം പുറകിൽ വന്ന് ഈ വണ്ടിയുടെ പുറകിൽ അടിച്ചു പൊട്ടിക്കുകയായിരുന്നെന്നും ആ അടിച്ചു പൊട്ടിച്ച സംഭവത്തിന് ശേഷം നമ്മളെല്ലാവരും ചിന്തിച്ചതുപോലെ ഈ വണ്ടി മനഃപൂർവ്വം കൊണ്ട് മരത്തിൽ ഇരിക്കുകയായിരുന്നു എന്നാ പറയുന്നത്. എന്നിട്ട് അതിനകത്തിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബാഗ് അപ്പോഴത്തേക്കും വേറെ ആരോ വന്ന് മാറിക്കൊണ്ട് പോവുകയും ചെയ്തു എന്നാ പറയുന്നത്. അതെ, അങ്ങനെ ആയിരിക്കണം. കാരണം ബാക്ക് ഡോർ അടിച്ചു പൊട്ടിച്ചെന്ന് അത് കാരണം ഉണ്ടായിരുന്നു. ബാക്ക് ഡോറിലാണ്, ബാലഭാസ്കർ കിടന്നത് പിറകിലാണ്. അതിനടുത്തിരുന്ന ഏതോ ഇപ്പം ഈ കാർ ഇന്നോവ കാറായിരുന്നല്ലോ. ഇന്നോവ കാറിന്റെ പിറകില് ഏതോ പെട്ടിയിൽ പറയുന്ന പോലെ സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നാണ് സോബി അന്നും പറയുന്നത്, ഇന്നും പറയുന്നത്. അപ്പോ ചേട്ടൻ അന്ന് കാണുമ്പോ ബാലഭാസ്കറിന്റെ ഭാര്യയെ ആൾറെഡി ആശുപത്രി കൊണ്ടുപോകാനായി ആംബുലൻസിൽ കിടത്തിയിരിക്കുന്നു. ആംബുലൻസിൽ അല്ലാതെ നിലത്ത് റോഡിൽ ബാലഭാസ്കറെ കിടത്തിയിരിക്കുന്നു അല്ലെ? അദ്ദേഹത്തിന് യാതൊരു പരിചരണവും കൊടുക്കുന്നില്ല. ഇല്ല. അപ്പൊ മനഃപൂർവ്വം അദ്ദേഹത്തിനെ ഒഴിവാക്കി അദ്ദേഹത്തിന്റെ ആയുസ് അറ്റ് പോകാനായി ഒരു ശ്രമം നടത്തി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് കരുതാം അല്ലെ? തീർച്ചയായിട്ടും 100% തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഞാൻ പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള അങ്ങനെ തന്നെയാണ്. പുള്ളിയെ പ്ലാൻഡായിട്ട് കൊല്ലാൻ നോക്കിയതാണ്. അല്ലെങ്കിൽ പുള്ളിയെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിലെത്തിക്കുക എല്ലാം അവർ ചെയ്ത് പുള്ളിയെ എടുത്ത് നിലത്ത് കിടത്തിയിരിക്കുകയാണ്. റോഡിന് സൈഡിൽ ചരിഞ്ഞാ കിടക്കുന്നത്. പുള്ളിക്ക് ഓർമ്മയുണ്ട്. അത് ആ ഡോക്ടർ പറഞ്ഞതും അത് തന്നെയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോഴത്തേക്കും ആ ഡോക്ടർ പറഞ്ഞതും ബാലഭാസ്കറിന് ഓർമ്മയുണ്ടെന്ന് മനസ്സിലാവുന്നു. ഒന്നില് പുള്ളി അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് എന്തെങ്കിലും അത്യാവശ്യം ചെയ്തതാണ്. ചേട്ടാ, ബാലഭാസ്കറിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ന്യൂറോയ്ക്ക് പ്രശ്നമുണ്ട് എന്ന് കരുതി എന്ന് മനഃപൂർവ്വം പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് അമൃത ഇവിടെ കൊണ്ടുപോകുന്നത്, നമ്മുടെ അനന്തപുരി കൊണ്ടുപോകുന്നത്. മെഡിക്കൽ കോളേജിലായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടേനെ. അദ്ദേഹത്തിന് ന്യൂറോ തീർച്ചയായിട്ടും 100% പുള്ളി രക്ഷപ്പെടുമായിരുന്നു. പുള്ളി അത് പ്ലാൻഡായിട്ട് അവിടെ നിന്ന് മാറ്റിയതാണ്. തീർച്ചയായും. അപ്പോ താങ്കൾ നമ്മൾ നേരിട്ട് ഇനിയും കാണാൻ ശ്രമിച്ചു, കാണാൻ കഴിയാതെ പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോൺ സംഭാഷണത്തിലേക്ക് നമ്മൾ പോയത്. സുലൈമാൻ ചേട്ടനെ തുടർന്ന് ഞാൻ ബന്ധപ്പെടും, നമുക്ക് നേരിട്ട് കാണാം. നമ്മളോട് ഇങ്ങോട്ട് വിളിച്ചതാണെന്ന് സുലൈമാൻ ചേട്ടൻ തന്നെ പറഞ്ഞു. അപ്പൊ ഈ വസ്തുതകൾ വെച്ച് കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ബാലഭാസ്കറെ ഒരു ട്രാപ്പിൽപ്പെടുത്തി കൊന്നത് ആണ് എന്ന് തന്നെ നമുക്ക് കരുതാം അല്ലേ ചേട്ടാ? അതെ, ഞാനിപ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ബാലഭാസ്കറിന്റെ വൈഫിന് ശരിക്കും ഇതിനെ കുറിച്ച് അറിയുമെന്ന് ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ കാണുമ്പോൾ അവർ 1-2 വാക്ക് ആദ്യം തെറ്റി പറഞ്ഞു, പിന്നീട് അവർ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു. പിന്നെ അതുപോലെ തന്നെ ബാലഭാസ്കറിന്റെ ഫോണ് കൊടുത്തേച്ചെന്ന് പറഞ്ഞ അതൊക്കെ ഒരു ദുരൂഹതയുണ്ട്, ഇല്ലാന്നല്ല. ആ സ്ത്രീയെ ശരിക്കും ചോദ്യം ചെയ്താൽ അത് കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ അവർ ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അവര് ഭയപ്പെടുന്നുണ്ട്, ആരെയൊക്കെയോ അവര് ഭയപ്പെടുന്നുണ്ട്. അവര് TV വാർത്തകളിൽ തന്നെ അവരെ സംസാരം ഞാൻ കേട്ടിട്ട് തന്നെ എനിക്ക് തന്നെ പുച്ഛം തോന്നുന്നു അവരോട്.
കാരണം ഭർത്താവ് മരിച്ചു, കുഞ്ഞു മരിച്ചു, ആറ്റുനോട്ടുണ്ടായ ഒരു കുഞ്ഞു പോലും പോയി. പിന്നെ അവരെന്തിനു ജീവിക്കുന്നെന്നാ ഞാൻ ചിന്തിച്ചു പോയി. അല്ല, ശരിക്കും ചേട്ടനെ പോലെ ഒരു സാധാരണക്കാരായ ആൾക്കാർക്ക്, നമ്മളെല്ലാം സാധാരണക്കാരായ ജനങ്ങൾക്ക്, നമ്മുടെ സമൂഹം നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളിപ്പോ നോക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇവരാരെയൊക്കെയോ ഭയക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരായിട്ട് കൂടെ നടന്നവർ തന്നെയാണ് അദ്ദേഹത്തെ ചതിച്ചത് എന്ന് താങ്കൾ എന്നോട് സംസാരിച്ച് തുടങ്ങിയപ്പോ തന്നെ എനിക്ക് അദ്ദേഹത്തെ, ഈ ബാലഭാസ്കറിനെ ചേട്ടൻ പറയുന്ന പോലെ തന്നെ നാമും ഒക്കെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവൻ പോകാനായി ഇങ്ങനെ റോഡരികിൽ മനഃപൂർവ്വം കിടത്തി എന്നൊക്കെ പറയുമ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ വല്ലാത്ത ഒരു ഭയം തോന്നുന്നു. തന്നെ. എന്നിട്ട് വാർത്തകൾ വന്ന എന്താണ്, ബാലഭാസ്കരനാണ് വണ്ടി ഓടിച്ചത്, ഡ്രൈവർ പറയുന്നു ബാലഭാസ്കരനാണ് വണ്ടി ഓടിച്ചത്, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ഇവൻ മൊഴിമാറ്റി പറഞ്ഞു എന്നുള്ളൊരു കാര്യമെങ്കിലും അവർ പറഞ്ഞു. അതിലെങ്കിലും നമുക്ക് അവരോട് നന്ദി പറയാം. കാര്യം ഇവൻ വണ്ടി ചേട്ടൻ പറഞ്ഞ കണക്ക് നിങ്ങളൊക്കെ അവനെ വണ്ടിക്കകത്ത് നിന്ന് എടുത്തിട്ട് അവിടെ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് അവൻ പറഞ്ഞു അവനല്ല ഓടിച്ചതെന്ന് പോലീസിന് മൊഴി കൊടുത്തു. മൊഴി കൊടുത്തത് എങ്ങനെ? ബാലഭാസ്കർ ഓടിച്ചത്. ഞങ്ങളെ കൈക്ക് വിട്ടതാ. എന്താ എന്റെ കൈക്ക് വിട്ടുക. എന്തായാലും പോലീസൊന്നും വേണ്ട, ഞാൻ എന്റെ കൈക്ക് വിട്ടുന്ന അവനെ. ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടാണ് എടുത്തതാണ്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ സാധാരണക്കാർ നിരവധി, ചേട്ടൻ ഉൾപ്പെടെ എത്ര പേരുണ്ടായിരുന്നു ചേട്ടാ അന്ന് രക്ഷാപ്രവർത്തനത്തിന്? അന്ന് ഞങ്ങൾ ഈ കാറിൽ നിന്ന് എടുക്കാൻ തന്നെ 4 പേരാണ് ശ്രമിക്കുന്നത്. അല്ല, ഒരു 4:30 മണിക്ക് നടന്ന സംഭവം ഇരുട്ട് കഴിഞ്ഞ് നേരം വെളുത്തു കഴിഞ്ഞു. ഇത് എല്ലാരെയൊക്കെ മാറ്റി കഴിഞ്ഞപ്പം ഏകദേശം വെളുക്കാറായി 6 മണിക്ക്. അപ്പൊ തന്നെ ഈ ഇരുട്ടത്താണ് ഒരു 5-5:30 അപ്പൊ ഈ ഇരുട്ടത്താണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? ഇരുട്ടത്താണ് ഇത് അത്രയും ചെയ്യുന്നത്. അപ്പൊ ബാലഭാസ്കരനെ ഞാൻ എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പറയാൻ, ഇത് ബാലഭാസ്കരനാണ്, ടിവിയിൽ പ്രോഗ്രാം ചെയ്യാൻ വരുന്ന വ്യക്തിയാണല്ലോ ഇങ്ങനെ കിടക്കുന്നത്. അത് നിലത്താണ് കിടത്തിയിരിക്കുന്നത്, റോഡ് സൈഡിലാണ് കിടത്തിയത്, ആംബുലൻസിലും അല്ല. ആ ചെമ്മൺ റോഡില് ഭാര്യ അകത്ത് കിടന്നത്, ആംബുലൻസ് കിടത്തിയിട്ടുണ്ട്, പുള്ളി നിലത്താണ് കിടത്തിയിരുന്നത്. ചിലര് ഇവിടെ മിക്കുള്ളവരും ഭയപ്പെടുന്നുണ്ട്. അവര് തന്നെ പറഞ്ഞു നമുക്ക് ഇതിന്റെ പേരിൽ കേസ് പറയാൻ കയറി ഇറങ്ങിയെന്നാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഒരു ജീവനാണ്. ആ ജീവൻ ആര് കള്ളത്തരം പറഞ്ഞാൽ അത് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളെ നാട്ടിൽ നടന്ന ഏതൊരു മനുഷ്യനായ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അത് നമ്മൾ സത്യം തന്നെ പറയണമെന്ന് ഞാൻ പലരോടും പറഞ്ഞതാ. പിന്നെ അതിനുശേഷമൊക്കെ ഇവിടെ ആരൊക്കെ വന്നു ഇതിന്. അപ്പോഴൊന്നും ഞാനില്ലായിരുന്നു. ഇവരെയൊക്കെ ഇനി എന്നെ കൈവിലക്ക് എടുത്തു എന്നുള്ള ഒരു സംശയമുണ്ട്. ഏതായാലും സുലൈമാൻ ചേട്ടാ, താങ്കളൊരു വലിയ സത്യമാണ് പറഞ്ഞത്. തുടർന്നും താങ്കളെ ബന്ധപ്പെടും, നമുക്ക് നേരിൽ കാണണം. ഇല്ലല്ല, ഞാനത് എവിടെ വേണമെങ്കിലും പറയാം. അതിലൊന്നും എനിക്ക് കാരണം ഈ കേസ് തെളിയണം, 100% തെളിയണം.